ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്നങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു സെൽഫ് ലവിനെ കുറിച്ച് പറയണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ, ഞാൻ ഈ ഒരു ചാനലിൽ എൻ്റെ എക്സ്പീരിയൻസസിൽ നിന്നാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനെയും ഏറ്റവും ജെന്യുവനായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ഉള്ളൊരാഗ്രഹം എനിക്കുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് ഈ പെർഫെക്ഷൻ നോക്കുന്നൊരു കാര്യമുണ്ട്. ഏതൊരു കാര്യത്തിലും അതിനെ ഏറ്റവും പെർഫെക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ പെർഫെക്ഷൻ നോക്കി ഓരോ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കണ്ടൻറ്റിൻ്റെ സോൾ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ പെർഫെക്ഷനെ കുറിച്ചൊന്നും അത്ര ബോധർ ചെയ്യുന്നില്ല. ഞാനങ്ങ് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ സെൽഫ് ലവ്, കുറേ നാളായിട്ട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ളൊരു ടോപ്പിക്കായിരുന്നു സെൽഫ് ലവ്. ഞാൻ എന്താണ് സെൽഫ് ലവിനെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ ഒരു എന്താണ് സെൽഫ് ലവ്, അല്ലെങ്കിൽ ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന വേർഡ് തന്നെ ഞാൻ കേൾക്കുന്നത് ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കൊക്കെ വന്നതിന് ശേഷമാണ്. അതിന് മുന്നേ എനിക്ക് കേട്ട് പരിചയമൊന്നും ഉള്ള ഒരു വേർഡല്ല ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത ഒരു കാര്യവും ഈ സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാര്യത്തെയാണ്. അപ്പം നിങ്ങൾ ഓർക്കും അതെന്താണ് സെൽഫ് ലവിനെ മനസ്സിലാക്കാൻ ഇത്ര മാത്രം സമയമെടുത്തത്, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹിക്കുക, അത് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അതിനെ തിയററ്റിക്കലി അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്താണ് സെൽഫ് ലവ്? നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കുക, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുക, നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. എന്നാൽ അതൊരിക്കലും ഒരു സെൽഫിഷ്നെസ്സിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു തിയററ്റിക്കലി ഈ ഒരു സെൽഫ് ലവിനെ മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ പലപ്പോഴും ഈ ഒരു സെൽഫ് ലവിനെ നമുക്ക് പ്രാക്ടിക്കലി അതിനെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. വളരെ പ്രയാസം ഉള്ളൊരു കാര്യമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജേർണിയിൽ സെൽഫ് ലവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് എന്താണ് സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളെ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഇത് ഞാൻ തിയററ്റിക്കലി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇതിനെ പ്രാക്ടിക്കലി എനിക്ക് എൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഞാനിതിനെ പെർസ്യൂ ചെയ്തത് തെറ്റായ രീതിയിലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ല, തെറ്റായ രീതിയിലാണ് ഞാൻ പെർസ്യൂ ചെയ്തത്. അത് തിരിച്ചറിയാൻ തന്നെ എനിക്ക് കുറേ സമയമെടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഒക്കെ വന്ന് ഈ സെൽഫ് ലവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ യൂട്യൂബിലൊക്കെ പോയിട്ട് എന്താണ് സെൽഫ് ലവ്, എങ്ങനെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, നമ്മുടെ സെൽഫ് കെയർ ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുക, നമ്മളെപ്പോഴും ബ്യൂട്ടിഫുള്ളായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക, ഗ്രൂം ചെയ്യുക, നമ്മുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുക. അതായത് നമ്മുടെ ബ്യൂട്ടി, ലുക്ക്, അപ്പിയറൻസ് ഇതിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെയൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനും നമ്മളെ അങ്ങനെ എപ്പോഴും സുന്ദരിയായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കാനും നടക്കാനും ഒക്കെ ശ്രമിക്കുക. ഇത്തരത്തിലൊക്കെ
അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പലരും വീഡിയോസ് ഈ പോസ്റ്റൊക്കെ പിക്ചേഴ്സൊക്കെ ഇട്ടിട്ട് അവരുടെ ക്യാപ്ഷൻ ഒക്കെ ആയിട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സെൽഫ് ലവ് ഈസ് ദി ബെസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ അതിനെയൊക്കെ പെർസീവ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സെൽഫ് ലവ് ഉള്ളൊരു വ്യക്തിയെ ഇങ്ങനെ ഫോട്ടോ ഇടുകയും അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ സെൽഫ് ലവ് ഉള്ള ഒരാൾക്കാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള രീതിയിലാണ്. അപ്പം പലപ്പോഴും ഞാൻ അതിനെ മനസ്സിലാക്കിയതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് സെൽഫ് ലവ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഞാനിതൊക്കെ അപ്ലൈ ചെയ്യുന്ന ഇത് എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത്, ഞാൻ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ഒരു ഏറ്റവും തകർന്ന ഒരു സിറ്റുവേഷൻ, അതായത് നമ്മുടെ ഏറ്റവും ഒരു ലോവർ സെൽഫിലാണ് നിൽക്കുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്, ഇതൊക്കെ ട്രൈ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതൊക്കെ. അപ്പം ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ലവ് പ്രാക്ടീസസുകളൊന്നും തന്നെ ചെയ്യാൻ പറ്റിയ, മാനസികമായിട്ടാണെങ്കിലും മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ഫിനാൻഷ്യലി ഈ സെൽഫ് ലവ് പ്രാക്ടീസുകളൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിലൊന്നും ആയിരുന്നില്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടെ ഞാനതിനെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഫെയിലാകുകയാണ് ചെയ്യുന്നത്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ പ്രോപ്പറായിട്ട് സെൽഫ് കെയർ ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ഗിൽറ്റ് ഫീലിങ്ങിലൊക്കെ വന്നു. ഞാൻ ഒട്ടും വർത്തിയല്ല, ഞാൻ ഒന്നിനും ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള തോട്ടിലേക്കൊക്കെ ഞാൻ വന്നു. ആൻഡ് പിന്നെ ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാനിതൊക്കെ ട്രൈ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാനും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങി. ഞാനൊക്കെ അങ്ങനെ ചെയ്തൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടെ എനിക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. സ്വയം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എനിക്കിനി വേറൊരാളുടെ പുറത്തുനിന്നൊരു സ്നേഹം എനിക്ക് ഇല്ല എന്നുള്ളൊരു തോന്നലൊന്നും എനിക്ക് വരുന്നില്ല. ആൻഡ് എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. എൻ്റെ ലൈഫ് സിറ്റുവേഷനിൽ മാറ്റം വരുന്നില്ല. എൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ തന്നെ ഞാനിങ്ങനെ വിചാരിക്കും, എന്താണ് ഞാൻ ഇത്രയും സെൽഫ് ലവ് പ്രാക്ടീസസൊക്കെ ചെയ്തിട്ടും എൻ്റെ ലൈഫിൽ എന്താ പ്രത്യേകിച്ചൊരു മാറ്റം വരാത്തത് എന്നൊക്കെ. അപ്പം ഞാൻ ഓർത്തു എന്താണ് എനിക്ക് പറ്റിയ തെറ്റെന്താണെന്നുള്ള രീതിയിൽ ഞാനതിനെ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ പറയുന്ന സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒരു സ്കെയിലിൽ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 0 മുതൽ ഒരു 10 വരെയുള്ളൊരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 10 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു സെൽഫ് ലവ് ഉള്ള ഒരാളിൽ എത്തി നിൽക്കുന്ന ഒരു പൊസിഷനാണ്. 0 എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ സെൽഫ് ലവ് ഇല്ലാത്ത ഒരാൾ എത്തി നിൽക്കുന്ന പൊസിഷനാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്കെയിലിൽ പല പല പൊസിഷൻസ് ഉണ്ട്. ആൻഡ് നമ്മൾ ഓരോരുത്തരും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, നമ്മൾ ഓരോരുത്തരും ഇതിൽ പല പല ഫേസസിലായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ നമുക്ക് സെൽഫ് ലവ് നല്ല രീതിയിൽ സെൽഫ് ലവ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സെൽഫ് ലവ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ രീതിയിലൊക്കെ സെൽഫ് ലവ് ഒക്കെ ഉണ്ട്, അങ്ങനെയായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു സ്കെയിലിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിവില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, അതാണ് എനിക്ക് സംഭവിച്ചത്. കാരണം ഞാൻ ഈ ഒരു സ്കെയിലിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്കറിയാത്തത് കൊണ്ട് തന്നെ എനിക്കെന്താണ് വേണ്ടതെന്നും എന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഒരു 10th പൊസിഷനിൽ നിൽക്കുന്ന, അതായത് സെൽഫ് ലവ് കംപ്ലീറ്റ്ലി ഒരു സെൽഫ് ലവ് അറ്റൈൻ ചെയ്ത് നിൽക്കുന്ന സെൽഫ് ലവിൽ നിൽക്കുന്ന ഒരു വ്യക്തി അയാളുടെ ലൈഫിൽ ചെയ്യുന്ന സെൽഫ് ലവ് പ്രാക്ടീസസൊക്കെയാണ് സെൽഫ് ലവ് പ്രാക്ടീസസുകൾ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിലേക്കും അപ്ലൈ ചെയ്താൽ എൻ്റെ ലൈഫ് മാറുമെന്നുള്ളൊരു തോട്ടിലൊക്കെയാണ് ഞാൻ ഈ ഒരു സെൽഫ് ലവ് കോൺസെപ്റ്റിനെ ഞാൻ പെർസ്യൂ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മളെ ചെയ്യണം, നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുക്കണം, നമ്മുടെ ബ്യൂട്ടി കോൺസെൻട്രേറ്റ് ചെയ്യണം, നമ്മളെ കുറേയും കൂടെയൊക്കെ എപ്പോഴും ഹാപ്പിയാക്കി വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ എനിക്ക് ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനോ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു 0 പൊസിഷനിലാണ്. അപ്പം നമ്മൾ 0 പൊസിഷനിൽ നിൽക്കുന്ന ഈ ഒരു 10th പൊസിഷനിൽ നിൽക്കുന്ന ഒരാളുടെ സെൽഫ് ലവ്, അതായത് സെൽഫ് ലവ് തീരെ ഇല്ലാത്ത ഒരാൾ സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിയിലേക്ക് നോക്കിയിട്ട് ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ
ആണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ നമുക്കും ആ ഒരു സെൽഫ് ലവിലേക്ക് നമ്മൾ വരുവാണ് എന്ന രീതിയിൽ നമ്മൾ അതിനെ പെർസ്യൂ ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ കുറേ വർഷത്തോളം ഞാൻ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പ്രത്യേകിച്ചൊരു റിസൾട്ടും കിട്ടുന്നുമില്ലായിരുന്നു. അപ്പം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് സെൽഫ് ലവ്? അതും ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൽഫ് ലവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീലിംഗാണ്. നമ്മൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ 0 മുതൽ 10 വരെയുള്ള ഈ ഒരു സ്കെയിലിൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. അപ്പം അത് നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളുടെ അൺഹീൽഡ് പാർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം മുറിവുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു സ്കെയിലിൽ പല പല പൊസിഷനിലായിരിക്കും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എളുപ്പത്തിൽ പറയുകയാണ്. ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഇപ്പോൾ നമ്മൾ 2 കുട്ടികളെ കൺസിഡർ ചെയ്യുകയാണ്. അതിലൊരു കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലിയിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള, വളരെ ലവിങ് ആയിട്ട് ഉള്ള പേരൻസിൻ്റെ വളരെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ തരത്തിലും വളരെ സ്റ്റേബിളായിട്ട് വളരെ നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടി, മെൻ്റലി ഇമോഷണലി ഫിസിക്കലി എല്ലാ തരത്തിലും വളരെ സേഫ് ആൻഡ് സെക്യൂറായിട്ട് വളർന്നു വന്ന ഒരു കുട്ടി. ആ കുട്ടിയെ സംബന്ധിച്ചോളം ആ കുട്ടിക്കെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ, അല്ല വളർന്നു വന്ന സിറ്റുവേഷനിലൂടെ തന്നെ ആ കുട്ടി ഒരു സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ലൈഫിനെ ആ കുട്ടി നോക്കി കാണുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ആ കുട്ടിയുടെ തോട്ട്സ് ആണെങ്കിലും ചിന്താഗതികളിലാണെങ്കിലും ഒക്കെ ഇമോഷണലി, മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ഫിനാൻഷ്യലി ആൻഡ് സോഷ്യലി എല്ലാ തരത്തിലും ആ കുട്ടിയുടെ ലെവലെന്ന് പറയുന്നത് ഒരു ഉയർന്ന ഒരു സ്കെയിലിലായിരിക്കും എപ്പോഴും വരിക. അതേ സമയത്ത് മറ്റൊരു കുട്ടി, ആ കുട്ടി വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, വളരെ അബ്യൂസീവായിട്ട് ഉള്ള, ടോക്സിക് പാരൻറ്റിങ് ഉള്ള, ഒട്ടും തന്നെ ലവബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഒട്ടും ടേക്ക് കെയർ ചെയ്യാത്ത, ഇമോഷണലി മെൻ്റലി ഫിസിക്കലി എല്ലാ തരത്തിലും സ്ട്രഗിൾ ചെയ്ത് വേണ്ട രീതിയിലുള്ള ഒരു അറ്റൻഷനോ കെയറോ ലവോ ഒന്നും കിട്ടാതെ സപ്പോർട്ടിങ് അല്ലാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ജനിച്ച് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർവൈവൽ മോഡിൽ നിന്നുകൊണ്ട് വേണ്ട രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ലൈഫിൽ വേണ്ട ആഗ്രഹങ്ങളൊന്നും തന്നെ നേടിയെടുക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ ബുദ്ധിമുട്ടി വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ കൂടെ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോണം ആ കുട്ടി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്കെയിലിൽ 0 മുതൽ 10 വരെയുള്ള ഈ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ 0 എന്ന് പറയുന്ന സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. ആ കുട്ടിയുടെ ലൈഫിൽ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടി അക്വയർ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും, ട്രോമാസ് ആയിരിക്കും. ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി എല്ലാ തരത്തിലും ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവർ 2 പേരുടെയും സെൽഫ് ലവ് എന്ന് പറയുന്നത്, സ്വയം സ്നേഹിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് 2 പേർക്കും 2 തരത്തിലായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരാൾക്ക് വളരെ കൂടുതലും മറ്റൊരാൾക്ക് വളരെ കുറവുമായിരിക്കും. അപ്പം നമുക്കൊരിക്കലും ഈ 2 പേരെയും ഒരേ പോലെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 2 പേർക്കും ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പ്രാക്ടിക്കലി അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യപ്പെടുന്നതൊക്കെ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫാമിലിയിൽ വളർന്നു വന്നൊരു കുട്ടിയെ സംബന്ധിച്ചോളം അയാൾക്ക് സെൽഫ് ലവ് എന്ന് പറയുമ്പം അയാൾക്ക് ലൈഫിൽ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു ലൈഫ് ബിൽഡ് ചെയ്യാനാണെങ്കിലും, അതല്ല എങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം തിരഞ്ഞെടുക്കാനാണെങ്കിലും, അങ്ങനെ ഒരു എന്താ പറയുക, സെൽഫ് കെയർ ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ അതിനെ പെർസ്യൂ ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിലും ഒരു അതിന് പറ്റിയൊരു മെൻ്റലി ഇമോഷണലി ഒക്കെ അതിന് പറ്റിയൊരു ലെവലിലായിരിക്കും ആ കുട്ടി ഓൾറെഡി നിൽക്കുന്നത്. അപ്പം ആ കുട്ടിയെ സംബന്ധിച്ചോളം ഈ പറയുന്ന സെൽഫ് കെയർ ചെയ്യാൻ, സ്കിൻ കെയർ ചെയ്യാൻ, ഇതൊക്കെ എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട്, വളരെ എന്താ പറയുക,
ഒരു നോർമലായിട്ട് അതൊക്കെയും ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റിയെന്ന് വരും. അല്ലെങ്കിൽ അതിനുള്ളൊരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രിവിലേജ് ആ കുട്ടിക്ക് ചിലപ്പോൾ ലഭിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ കണ്ടീഷൻ ആയിരിക്കണമെന്നില്ല. നമ്മളീ പറയുന്ന 0 സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം, ആ കുട്ടിയെ സംബന്ധിച്ചോളം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്കിൻ കെയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നതാണ്, നമ്മൾ യാത്രകൾ പോകണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ നമ്മുടെയൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, എപ്പോഴും നമ്മളെ പോസിറ്റീവ് ആക്കി വെച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുങ്ങിയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിലേക്ക് അതിന് അതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ കുട്ടിയെ കൊണ്ട് ചിലപ്പം അതിന് അത്രമാത്രം കേപ്പബിൾ ആവണമെന്നില്ല. ഇൻ കേസ് ഇനി കേപ്പബിൾ ആവണമെന്ന് ഇല്ല എന്ന് മാത്രമല്ല, നമ്മളിതൊക്കെയാണ് സെൽഫ് ലവ് എന്ന് ആ കുട്ടി ആ രീതിയിൽ അതിനെ പെർസ്യൂ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഫെയിൽ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ കുട്ടി നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രാക്ടിക്കലി നമ്മൾ ഈ മനസ്സിലാക്കിയ തരത്തിലുള്ള സെൽഫ് ലവ് പ്രാക്ടീസസുകളൊന്നും തന്നെ ചെയ്യാൻ പറ്റിയ ഇമോഷണലി, മെൻ്റലി, ഫിസിക്കലി അതിന് പറ്റിയൊരു എൻവയോൺമെൻറ്റിലായിരിക്കില്ല നമ്മൾ നിൽക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം നമുക്കങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കവിടെ ഒരു ഗിൽറ്റ് ഫീൽ വരും. നമ്മളൊന്നും ഡിസേർവിങ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പം നമുക്ക് അവിടെ ഒരു ഫോഴ്സ്ഫുള്ളി നമ്മൾ എല്ലാത്തിനും ചെയ്യേണ്ടത് പോലെയായി മാറും. ഒരിക്കലും സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ചെയ്യുന്നതല്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് അത് നമ്മൾ വളരെ നാച്ചുറലായിട്ട് നമ്മൾ അതൊരു സ്റ്റേറ്റാണ്. ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ വളരെ നാച്ചുറലി എത്തേണ്ടതാണ്. ഈ സെൽഫ് ലവ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. അത് വളരെ നാച്ചുറലായിട്ട് നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഹീലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾക്ക് നമ്മളെ സ്വയം സ്നേഹിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെ ഉണക്കിയിട്ടുണ്ടാവണം. നമ്മുടെ ഉള്ളിൽ ഒരു മുറിവുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള മുറിവുകൾ എപ്പോഴും നമ്മൾ എന്തൊരു കാര്യത്തിനെ അതിനെ ഉണക്കാത്തത്രയും കാലം അത് നമ്മൾ അതിനെ നമ്മൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതൊരു കാര്യം, ഇപ്പം മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ഒക്കെ ആണെങ്കിലും നമ്മുടെ ഫിസിക്കലി ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മുറിവ് സംഭവിക്കുകയാണെങ്കിൽ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. സോ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും റെസ്റ്റ് വേണമെങ്കിൽ റെസ്റ്റ് കൊടുക്കണം. ഇതൊക്കെ ചെയ്തു വരുമ്പോഴാണ് ആ മുറിവെന്ന് പറയുന്നത് ഉണങ്ങുന്നത്. പക്ഷേ അതാണ് നമ്മൾ ഫിസിക്കലി നമുക്കൊരു മുറിവുണ്ടായാൽ നമ്മളതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് റെസ്റ്റ് കൊടുത്തിട്ട് വേണം നമ്മളതിനെ ഉണക്കിയെടുക്കാൻ. സോ ഈ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഇമോഷണലി ആണെങ്കിൽ. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമോഷണലി നമ്മൾ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ട്രോമാസ് ഉണ്ടായിരിക്കും, അൺഹീൽഡ് പാർട്ടുണ്ടായിരിക്കും, സപ്രസ്ഡ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, ഫിയേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഹീൽ ചെയ്യണം. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ഹീൽ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സ്വയം സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ സെൽഫ് ലവ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നതും നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നത് പോലെ ആയിരിക്കും. ആൻഡ് നമ്മൾ എത്ര ഫോഴ്സ്ഫുള്ളി ചെയ്താൽ പോലും ഇതിൽ നിന്നൊന്നും നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മൾ പുറത്ത് ഇതിന് വാലിഡേഷൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ പുറത്തുള്ള വ്യക്തികളുടെ തോട്ട്സ്, അവരുടെ ആക്ഷൻസ്, അവരെന്ത് വിചാരിക്കുന്നു എന്നതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾക്ക് നമ്മൾ ട്രിഗർ ആവും. അപ്പം എപ്പോഴും നമ്മുടെ അൺഹീൽഡ് പാർട്സിനെ നമ്മൾ ഹീൽ ചെയ്തതിന് ശേഷം മാത്രം ആണ് നമുക്ക് ഈ ഒരു സെൽഫ് ലവിലേക്ക് നമുക്ക് വരാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഹീലിംഗ് ആണ് സെൽഫ് ലവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നാണ്. ശ്രദ്ധ കൊടുക്കുക, എവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള അൺഹീൽഡ് പാർട്ടിൽ ശ്രദ്ധ കൊടുക്കുക. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് അതിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് മരുന്ന് വെച്ച് നമ്മൾ റെസ്റ്റ് കൊടുത്ത് എങ്ങനെയാണോ അതിനെ നമ്മൾ നമ്മുടെ ഒരു പ്രോപ്പറായിട്ട് നമ്മളതിനെ ടേക്ക് കെയർ ചെയ്ത് നോർമലായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഉണക്കിക്കൊണ്ട് ഹീലാക്കിക്കൊണ്ട് വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇമോഷണൽ ലെവലിൽ നമുക്കുണ്ടാകുന്ന അൺഹീൽഡ് പാർട്സിനെ ഒക്കെ നമ്മൾ ഹീൽ ചെയ്ത് കൊണ്ടുവരണം.
അങ്ങനെ നമ്മൾ ഹീൽ ചെയ്ത് വരുന്നതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു 0 പൊസിഷനിൽ നിന്നും 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു 10th പൊസിഷനിലേക്ക് എത്തുന്നത്. അതല്ലാതെ ഒരിക്കലും നമുക്ക് ഈ ഒരു 0 പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം 10th പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് സെൽഫ് ലവ് എന്ന രീതിയിൽ പെർസ്യൂ ചെയ്ത് അതിനെ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെ നമ്മൾ പ്രോപ്പറായിട്ട് മരുന്ന് വെച്ച് ഉണക്കാൻ ശ്രമിക്കാതെ അതിനെ നമ്മൾ മൂടിപ്പൊത്തിഞ്ഞ് അവിടെ തന്നെ അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ പുറത്തിങ്ങനെ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിലേക്കാണ് നമ്മൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അൺഹീൽഡ് പാർട്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ പാർട്സിനെ നമ്മൾ വേണ്ടത്ര അറ്റൻഷൻ കൊടുത്ത് ശ്രദ്ധ കൊടുത്തിട്ട് നമ്മളതിനെ ഹീൽ ചെയ്യുക. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വളരെ ഈസി ആയിട്ട് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ആൻഡ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത് പോലും നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും. ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ 2 കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിച്ച് വളർന്ന കുട്ടിയെ സംബന്ധിച്ചോളം ഈ ഒരു ഇമോഷണൽ ലെവലിലൊക്കെ ആണെങ്കിൽ കൂടെ ആൾക്ക് ഒരുപാട് ട്രോമാസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം ആളെ സംബന്ധിച്ച് ഒരുപാട് ഹീലിംഗ് ഒന്നും ചിലപ്പം ആവശ്യമായിട്ട് വരത്തില്ലായിരിക്കും. എന്നാൽ നമ്മൾ ഈ ഒരു ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് സിറ്റുവേഷനിൽ കൂടെ കടന്നു വന്ന കുട്ടിയെ സംബന്ധിച്ചോളം അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ടായിരിക്കും. ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് വേണം, സെൽഫ് എസ്റ്റീം വേണം, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം ആ കുട്ടി അതിൻ്റെ എല്ലാം അതുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു അൺഹീൽഡ് ആയിട്ടുള്ള ഇമോഷണൽ പാർട്സിനെയൊക്കെയും ഹീൽ ചെയ്ത് വരുമ്പോൾ മാത്രമാണ് ആ കുട്ടിക്ക് ഈ പറയണേ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ട് ആ കുട്ടി ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തത്തുള്ളൂ. ആൻഡ് സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ഹീലായി വന്ന് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നാച്ചുറലായിട്ട് നമ്മൾ ഈ സെൽഫ് ലവ് പ്രാക്ടീസസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരില്ലേ. അതൊക്കെയും നമ്മൾ വളരെ നാച്ചുറലായിട്ട് നമുക്ക് വേണ്ടി നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മളെ സ്നേഹിച്ച് സ്വയമേ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും നമ്മൾക്ക് സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ പോയി സെർച്ച് ചെയ്ത് പോയിട്ട് ഇതൊക്കെ ചെയ്യണം, അതൊക്കെയാണ് സെൽഫ് ലവ് പ്രാക്ടീസസുകൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരില്ല. ആൻഡ് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. ആൻഡ് സെൽഫ് ലവ് ആണെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നുണ്ടായിരിക്കില്ല. അത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയമേ ചൂസ് ചെയ്ത് നമ്മൾ ഏറ്റവും ആസ്വദിച്ച് അതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അൺഹീൽഡ് ആണെങ്കിൽ, അതായത് നമ്മൾ ഹീൽഡ് അല്ല, നമ്മളിൽ ഒരുപാട് ഹീലിംഗ് സംഭവിക്കാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പല പ്രാക്ടീസസുകൾ എടുത്തിട്ട് സെൽഫ് ലവ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. നമ്മളിപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു ആളായിരുന്നു. എന്നെ കാണാൻ അത്ര കൊള്ളില്ല, ഭംഗിയില്ല എന്നൊക്കെയുള്ള. അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയാസിലൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സെൽഫ് ലവിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അതും എടുക്കുന്ന ഫോട്ടോയൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. എങ്കിൽ കൂടെ അതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഫിൽറ്റർ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ എൻ്റെ മൈൻഡിന് കൺവിൻസിങ് ആകുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പം പലപ്പോഴും അവിടെ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്താലും അതിപ്പോൾ ആരെങ്കിലും കൊള്ളില്ല എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇതെന്താടി എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ ട്രിഗറാകും. അതിന് ഞാൻ ചിലപ്പം അത് കൊള്ളില്ല, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കിയിരുന്നിട്ട് അയ്യോ അത്ര പോരല്ലോ എന്ന് പിന്നീട് ചിന്തിച്ചത് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ ഒന്നും കൊള്ളില്ല എന്നൊക്കെയുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ഇമോഷണൽ ലെവലിൽ എനിക്ക് അൺഹീൽഡായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെ ഞാൻ ഹീൽ ചെയ്യാത്തത്രയും കാലം ഞാനിപ്പോൾ എത്ര സ്കിൻ കെയർ ചെയ്താലും, എത്ര എക്സ്റ്റേണലി എത്ര മേക്കപ്പ് ഇട്ട് എങ്ങനെയൊക്കെ നടന്നെന്ന് പറഞ്ഞാൽ കൂടെ എനിക്കെപ്പോഴും ഈ പറയണ പുറത്തുനിന്നുള്ളൊരു വാലിഡേഷനായിരിക്കും ഞാൻ എപ്പോഴും സീക്ക് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു സെൽഫ് വർത്ത് അല്ല ഒരു സെൽഫായിട്ട് ഞാൻ എന്നെ ലവ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നമ്മളെ സെൽഫായിട്ട് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഇരുന്നാലും നമുക്കത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ
എന്താ ആ റൂട്ട് കോസ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനെ ഞാൻ അവിടെ അങ്ങനെ ഹീൽ ചെയ്യാതെ അങ്ങനെ വെച്ചുകൊണ്ട് പുറത്ത് ഇങ്ങനെ എങ്ങനെയോ ഞാൻ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് സെൽഫ് ലവ് ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്ത് പല പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്നൊന്നും നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷനോ കാര്യങ്ങളോ നമുക്ക് എല്ലായിടത്തുനിന്നും ഒരു എന്ത് കാര്യം ചെയ്ത് വന്നാലും ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു പുറത്തുനിന്നൊരു വാലിഡേഷൻ നമ്മൾ സീക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് അവിടെയാണ് നമുക്ക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഹീലിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സെൽഫ് ലവ് പ്രാക്ടീസസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളവിടെ ഹീലിംഗ്, അതായത് നമ്മൾ നമ്മുടെ മുറിവുകളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക, അതിന് അറ്റൻഷൻ കൊടുക്കുക. അതിന് ആ മുറിവുകളിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ അറ്റൻഷനും കെയറും ഒക്കെ കൊടുത്ത് നമ്മളതിനെ പ്രോപ്പറായിട്ട് പാമ്പർ ചെയ്ത് നമ്മളതിനെ ഹീലാക്കി കൊണ്ടുവരിക. ഇപ്പം ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചോളം ഇപ്പം എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഡാൻസ് ഇഷ്ടമാണ്, എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ഡാൻസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഒരിക്കൽ എനിക്ക് വളരെ ഹെൽത്ത് വീക്കായിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റി വല്ലാതെ ഇഞ്ചേർഡായിട്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ മേലാത്ത ഒരവസ്ഥയിൽ ഞാൻ കിടക്കാമെന്ന് വിചാരിക്കുക. ഈ ഒരു സമയത്ത് ഞാൻ എനിക്ക് സെൽഫ് ലവ് ഇല്ല, അതുകൊണ്ട് ഞാൻ സെൽഫ് ലവ് ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അപ്പം ഞാൻ ഡാൻസ് കളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വയ്യാതെ കിടക്കുന്ന ഞാൻ പോയിട്ട് ഡാൻസ് കളിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ഒരിക്കലും ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ക്രൂശിക്കുകയാണ്. അവിടെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ട് റെസ്റ്റ് കൊടുക്കുക, പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുത്ത് നമ്മുടെ ആ ശരീരത്തിൻ്റെ മുറിവിനെ ഉണക്കുക. ആ മുറിവിനെ ഉണക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു മുറിവുകളെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി വന്നു കഴിഞ്ഞാൽ, ഹീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റും, അല്ലേ? അപ്പോൾ ഇമോഷണലി ഇതുപോലെ തന്നെയാണ്. നമ്മൾ സെൽഫ് ലവിലേക്ക് നമുക്ക് വരണം, അല്ലെ ആ ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള ആ മുറിവുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ ഉണക്കണം. ആ മുറിവുകളെ ഉണക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി നമുക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഞാൻ ആദ്യം എക്സാമ്പിളായിട്ട് പറഞ്ഞ 2 കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ആ കുട്ടിയുടെ ഇന്നർ ചൈൽഡ് ഒരുപാട് ഹീലിംഗ് ആവശ്യമായിട്ട് വരും. അപ്പം ആ കുട്ടി അതിനെയൊക്കെ ഹീൽ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി ഈ പറയുന്ന 0 സ്റ്റേജിൽ നിന്ന് 10th സ്റ്റേജിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരും. ഒരിക്കലും ആ കുട്ടി ഫോഴ്സ്ഫുള്ളി ഒരു 10th സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളെ പോയി ചെയ്ത് ആ കുട്ടിയുടെ ഉള്ളിലുള്ള മുറിവുകളെ ഉണക്കാതെ പോയിട്ട് പുറത്ത് ഉള്ള കാര്യങ്ങളിലേക്ക് പോയി നോക്കി, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി നമ്മൾ ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ആ കുട്ടി ഫെയിൽ ആകത്തേ ഉള്ളൂ. അപ്പം പലപ്പോഴും നമ്മൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ടാകും. എനിക്ക് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു. എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ഈ പറഞ്ഞ 0 സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടിയായിരുന്നു. അപ്പം പലപ്പോഴും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി എനിക്ക് അതപ്പം അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, അതാണ് നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ആ രോഗം എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു മെഡിസിൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ ഈ പറയുന്ന മറ്റുള്ളവരിലേക്ക് നോക്കി ഓരോ കാര്യങ്ങളെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലോട്ട് ആദ്യം നോക്കുക. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമുക്കെന്താണ് ഈ സമയത്ത് ആവശ്യം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഇപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുമ്പം അവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഹീലിംഗ് ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. നമ്മൾ ഹീലിംഗ് നടക്കാതെ നമുക്കൊരിക്കലും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മൾ ഹീലായി വന്നു കഴിയുമ്പോൾ മാത്രമാണ് നമ്മളിൽ അവിടെ സെൽഫ് ലവ് സംഭവിക്കുന്നത്. ആൻഡ് അതെന്ന് പറയുന്നത് നമ്മളിൽ വളരെ നാച്ചുറലായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് വളരെ നാച്ചുറലായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ മുറിവുകൾക്ക് ശ്രദ്ധ കൊടുത്ത് അതിനെ ഹീൽ ചെയ്തുകൊണ്ട് വരിക. അവിടെ നമുക്ക് ആ സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ
നമുക്ക് വളരെ നാച്ചുറലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഒരു ഐസൊലേഷൻ പീരീഡിലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അങ്ങനെ ഒരു പൊസിഷനിൽ, അതായത് കംപ്ലീറ്റ്ലി നമ്മൾ തകർന്നടിഞ്ഞ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു സെൽഫ് ലവിനെ ഞാൻ മനസ്സിലാക്കിയ പോലെ അല്ലെങ്കിൽ ഞാൻ പെർസ്യൂ ചെയ്ത രീതിയിൽ ഒക്കെ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സഫർ ചെയ്യും. നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസസൊക്കെ ഇത്തരത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അവിടെ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടൊന്നും നമുക്ക് തരികയുണ്ടായില്ല. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു നമുക്ക് ആദ്യം വേണ്ടത് ആ ഹീലിംഗ് ആണ്. നമ്മളെ ഹീൽ ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സെൽഫ് ലവിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിലൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മളെ ഹീൽ ചെയ്യുക, ആ ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഹീലിംഗ് ചെയ്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് വളരെ നോർമലായിട്ട് നമ്മൾ വന്നെത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള വേദനകൾ എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേദനകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരുപാട് മുറിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പെയിൻ ഉണ്ടാക്കുന്ന ആ മുറിവുകളെ നമ്മൾ ആദ്യം ഉണക്കുക. അങ്ങനെ ഉണക്കുക എന്നതാണ് നമുക്ക് സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ഉള്ളിൽ ഉള്ള ആ മുറിവുകളെ മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്ത് വരിക. അതാണ് നമുക്ക് ഫസ്റ്റ് നമ്മളോട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെ ഉണക്കി, അതായത് നമ്മുടെ ആ വേദനകളെ ഇല്ലാതാക്കിയാൽ മാത്രമാണ് നമുക്കിഷ്ടമുള്ള മറ്റേതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാനും ആ ഒരു ഹാപ്പിനെസ് അല്ലെ ആ ഒരു ലവ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ഈ ഒരു മുറിവിനെ ഉണക്കാതെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് നമുക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പെയിൻ ഉണ്ടാക്കുന്ന ഒരു പാർട്ട് ഇപ്പോഴും അവിടെ അൺഹീൽഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പെയിൻ ഉണ്ടാക്കുന്ന അൺഹീൽഡ് പാർട്ടിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഹീലാക്കുക. അങ്ങനെ ഹീലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ വാലിഡേഷനോ ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. ആൻഡ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അവിടെ നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ നമുക്ക് തോന്നും. സോ അങ്ങനെയാണ് നമ്മൾ ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലാതെ വളരെ ഇഷ്ടത്തോടുകൂടി നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും. നമുക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ സെൽഫ് ലവിലേക്ക് എത്തിപ്പെടുന്നത്.